റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മളോട് കൂടി വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വന്നിരിക്കുന്നത് ആരാ? മലയാളികളുടെ പ്രിയ നായിക, മലയാളി അല്ലാതെ തന്നെ മലയാളികളുടെ സ്നേഹം ഏറ്റുവാങ്ങിയ ഷാരി. ഷാരി ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഷാരി ചേച്ചി വരുമ്പോ ചോദിക്കാനും അല്ലെങ്കിൽ ആൾക്കാർക്ക് കേൾക്കാനും ആഗ്രഹമുള്ള ഒരു വിശേഷമുണ്ട്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ, സോഫി സോളമൻ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ. ചേച്ചി എങ്ങനെയാണ്? അതും നമ്മുടെ പത്മരാജൻ സാറിന്റെ മൂവി തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഷാരി ചേച്ചി തന്നെയായിരുന്നു? അല്ല, ലാസ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ആണ് വന്നത്. അതെ. ഇത് പിന്നെ ദേശാടനക്കിളി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പടം അല്ലേ. അപ്പൊ കുറേ ഗേൾസിന് സാർ വന്നിട്ട് ചെന്നൈ വന്നിട്ട് കുറെ ആൾക്കാരെ നോക്കി, ഒന്നും സെറ്റായില്ല. അത് എന്തുകൊണ്ടാണ്? ഇല്ല എല്ലാ പുതിയ ആൾക്കാരാണ് പിന്നെ കണ്ടത്. ദാറ്റ് വാസ് നോട്ട് ഹാപ്പനിങ്. അപ്പൊ കുറെ നാളായി. പിന്നെ ലാലേട്ടന്റെ ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് മിസ് ചെയ്യാൻ അവർക്ക് പറ്റൂല. അങ്ങനെ പിന്നെ ഒരു ദിവസം സാറ് പത്മരാജൻ സാറ് വീട്ടിലെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് ഇരിക്കുമ്പോഴാണ് മിസ്സസ് പത്മരാജൻ ഉണ്ടല്ലോ ചേച്ചി, അവർ പറഞ്ഞു ലാസ്റ്റ് പടത്തിൽ ഷാരി നന്നായിട്ട് അഭിനയിച്ചല്ലോ, പിന്നെ അതെന്താ അവളെ എടുക്കാത്തത് എന്നൊക്കെ അവര് ചോദിച്ചു. അപ്പോഴാണ് അപ്പൊ ഉടനെ തന്നെ പിന്നെ പത്മരാജ് സാർ വിളിച്ചിട്ട് ഇങ്ങനെ ഇനിയും ഒരു പടമുണ്ട്. ഒന്നും പറഞ്ഞില്ല, ക്യാരക്ടർ ഒന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചില്ല. പിന്നെ എനിക്ക് ഓൾറെഡി ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോ പെട്ടെന്ന് ഒരു 2 days ടൈമിൽ പുറപ്പെടണം, പിന്നെ ഒരു ഷെഡ്യൂളിൽ നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് മൈസൂരിൽ പോയി. അപ്പൊ അവിടെ പോയപ്പോഴാണ് പിന്നെ ലാലേട്ടൻ ഉണ്ടായിരുന്നു, അവരുടെ നായിക എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഐ വാസ് സോ ത്രിൽഡ്. സോ അപ്പോ പറഞ്ഞ് അതുവരെ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞില്ല. ഫസ്റ്റ് ഡേ അവിടെ ഇരുന്നപ്പോഴാണ് സാർ ഇങ്ങനെ പറഞ്ഞത്, ഈ ക്യാരക്ടറുടെ പേര് സോഫിയ, ഇത് ഒരു പാവം പെൺകുട്ടി, പിന്നെ ഒരു ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഷാരിനെ ഈ പടത്തിൽ ഒരു അവാർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഡേ, ഇനി ഒരു ഷോട്ട് പോലും കഴിഞ്ഞില്ല, അത്ര കോൺഫിഡന്റ് ആണ് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പൊ പുതിയ കുട്ടിയല്ലേ, ഒരു എൻകറേജ്മെന്റിന് വേണ്ടി സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് സെക്കൻഡ് മൂവി. പിന്നെ സീൻസ് ഒക്കെ എടുത്തു. പിന്നെ പടം റിലീസായി. ഹിറ്റായി. പിന്നെ ആ പടത്തിന്റെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്ക് ഐ വാസ് റിയലി ഷോക്ക്ഡ്. അതിന്റെ സീരിയസ്നെസ് പോലും എനിക്ക് അറിയില്ല. അവാർഡാ, ഞാൻ എന്ത് ചെയ്തു അതില്? എനിക്കാ സ്റ്റേറ്റ് അവാർഡാ, എന്ന അവാർഡ്? പിന്നെ സാറും വിളിച്ചു, എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ആയത്. ആൻഡ് ഇത്രയൊക്കെ ആ സിനിമയിലൂടെ ഒരു അച്ചീവ്മെന്റ് കിട്ടി, അത് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നു. ലാലേട്ടന് ഒരു പണി കൊടുത്ത കാര്യം ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷനിൽ. ഞങ്ങളുടെ പാവം ലാലേട്ടനെ ചേച്ചി എന്താ ചേച്ചി അങ്ങനെ? ഫിനിഷിങ് പിന്നെ എല്ലാം ടോക്കി പോർഷൻ ഒക്കെ കഴിഞ്ഞു. 2 പാട്ട് ലാസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണം. ബാംഗ്ലൂർ ഷിഫ്റ്റ് ആയി ഞങ്ങള്. അപ്പൊ അവിടെയാണ് അത്, ആ വൈനോടൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഷൂട്ട് പിന്നെ വെച്ചു. സോ വി ഷിഫ്റ്റഡ് ഫ്രം മൈസൂർ ടു ബാംഗ്ലൂർ. അവിടെ പോയിട്ട് നാളെ സോങ് ഷൂട്ടാണ്. രാവിലെ എണീക്കുമ്പോ 2 കണ്ണും എനിക്ക് ഇങ്ങനെയായി. ചുമന്ന് മെഡ്രാസ് ഐ എന്ന് പറയും. മെഡ്രാസ് ഐ. അപ്പൊ എനിക്ക് പേടിച്ചു, ഞാൻ എന്താണ് ഇത്, എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്ന്. പിന്നെ കണ്ടപ്പോ അത് മെഡ്രാസ് ഐ ആണ്. പക്ഷെ വി ഹാവ് ടു ഷൂട്ട് ദാറ്റ് സോങ്. ഷൂട്ട് ചെയ്തേ പറ്റൂ. ഡേറ്റിന്റെ പ്രോബ്ലം ആണ്, സാറുടെ ഡേറ്റിന്റെ പ്രോബ്ലം. അതുകൊണ്ട് അത് അറിയാതെ തന്നെ മാനേജ് ചെയ്തിട്ട് ആ 2 സോങ് എടുത്തു. പക്ഷെ ആ മദ്രാസ് ഐ നമ്മുടെ ലാലേട്ടന് കൊടുത്തു. അവിടെയാണ് ഞങ്ങളുടെ ഹൃദയം തകർന്നു പോയത്. ഞാൻ അപ്പോഴേ പറഞ്ഞു, സാർ உங்களுக்கு കിടക്കാം, ഇത് உங்களுக்கு കിടക്കാന്ന് പറഞ്ഞു. അതൊന്നും സാറില്ലാന്ന് പറഞ്ഞു. പക്ഷേ ഇനി അടുത്ത ലൊക്കേഷന് പോയപ്പോ സാറിനെ കിട്ടി, ലാലേട്ടനെ കിട്ടിയെന്ന് എനിക്ക് ഞാൻ കേട്ടു. ചേച്ചിക്ക് എങ്ങനെയാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുമ്പോഴാണോ ഭയങ്കര ഹാപ്പി ആവുക, അതെയോ ഇതേപോലുള്ള വലിയ വലിയ അവാർഡ്സും ഒരു ഫിലിമിന്റെ സക്സസ് ഒക്കെ ആണോ ആസ് എ പേഴ്സൺ ഷാരി ചേച്ചി ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഞാൻ ഒരു ചെറിയ ചോക്ലേറ്റ് കൊടുത്താലേ എനിക്ക് ഹാപ്പിയാ. അതെ അല്ലേ? എന്റെ അമ്മമ്മ എന്റെ കയ്യിൽ എന്തെങ്കിലും
ഒരു കുട്ടികളെ കൊടുക്കുമല്ലോ ഇത് ചെയ്താല് ഗുഡ് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കൊടുത്താൽ അത് ചെയ്യും ഞാൻ. അത് ശരി. അങ്ങനെ ആയ ഒരു പഠിത്തത്തിലാണെങ്കിലും എന്തെങ്കിലും അനുസരണ അത് എല്ലാത്തിനും നമുക്കൊരു ചോക്ലേറ്റ് മതി. മതി. അടിപൊളി അടിപൊളി. നമുക്ക് ഇവിടെ ഒരു ഗെയിം ഉണ്ട്. ഈ ഗെയിമിൽ ജയിക്കുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അയ്യോ അത് ഗെയിം എന്ന് പറയുമ്പോഴാണ് എനിക്ക് ചെറിയ ടെൻഷൻ. വരണത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഞാൻ കൊണ്ടുവന്നിട്ട് ചേച്ചിയിലെ ഗെയിമിലേക്ക് കടക്കാം. ഓക്കെ, റെഡി? നമുക്കൊരു വിഷ്വൽ ഗെയിം ആണ്. അതായത് ഇതില് ചേച്ചി അഭിനയിച്ച സിനിമകളുടെ ഒക്കെ പേര് ഉണ്ടാവും. അത് ഏതാണെന്ന് എന്നെ ആക്ട് ചെയ്ത് മനസ്സിലാക്കിപ്പിക്കണം. മനസ്സിലായോ? ഒന്നും സംസാരിക്കാൻ പാടില്ല. ആക്ഷന് കാണിക്കാം, എഴുന്നേക്കാം, ഓടാം, ഓടി പോവരുത്, ഇവിടെ വരണം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ഞാൻ ഒന്നാമതായി. കരയില്ല. പറവ. പക്ഷി. പക്ഷി, പറവ, പക്ഷി, കിളി. പക്ഷി, കിളി. ചേച്ചിയുടെ കിളി പോയി. ദേശാടന കിളി കരയാറില്ല. കിളി പോയോ? ഇല്ലല്ലോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്ന് പറഞ്ഞു. എന്റെ അത് മനസ്സിലായില്ല. എന്ത്? പൂവ്. ഗാർഡൻ. ഗാർഡൻ. ബാക്കി കൂടി കാണിക്കുക. എനിക്ക് മനസ്സിലായിട്ടില്ല. ചേച്ചി എന്തൊക്കെയാ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടെ. എനിക്ക് നമുക്ക് 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 എന്താ വേണ്ടേ? നമുക്ക് തേടാന്നോ? പാർക്കാം. നമുക്ക് പാർക്കാം. എവിടെ? മുന്തിരി തോപ്പിൽ. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടോ. പക്ഷെ ഞാൻ ചേച്ചിയുടെ അഭിനയം കാണാൻ ഭയങ്കര ഭംഗിയും, അതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്തത്. ഓക്കെ, ഒന്ന് 2 3 വട്ടം. 1 വട്ടം. 10. 0. 1 മുതൽ 0 വരെ. വെരി ഗുഡ്. ഞാൻ തന്നെ എന്നോട്. അടുത്തത് വള, മാല, വള, വള, ആഭരണം, മൊട്ട, മൊട്ട, മൊട്ട. വളയും മൊട്ടയോ? മൊട്ട. അതെന്തായിരുന്നു? താറാവ്. താറാവ്. മൊട്ട, താറാവ്, വള, പൊന്മുട്ട ഇടുന്ന താറാവ്. കഴിഞ്ഞോ? ഓക്കെ, പൊന്മുട്ട ഇടുന്ന താറാവ്. എന്തായാലും സൂപ്പർ ചേച്ചി. അപ്പൊ നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ ചടങ്ങ്, അതായത് നമ്മുടെ പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ആരാണെന്ന് കാണണ്ടേ? യെസ്. അപ്പൊ നമുക്ക് ചെറിയൊരു വിഷ്വൽ ആദ്യം കാണാം. ഓക്കെ. എൻ്റെ പേര് അമല രവീന്ദ്രൻ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള പാടിയൊടിച്ചാൽ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ്. 12 വർഷത്തോളമായി സംഗീതം പഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ കീബോർഡും പഠിക്കുന്നുണ്ട്. ഇതെൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് ഇതെൻ്റെ അച്ഛനാണ്. അമൃത TV ചാനലിലെ റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിൽ എനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന
ചാനലിലെ അമൃത TV ചാനലിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അമല രവീന്ദ്രൻ. അപ്പൊ അമല ഒരു വൺ മാൻ ഷോ ആണ് ഇവിടെ നടത്താൻ പോകുന്നത് അല്ലേ? കീബോർഡ് വായിക്കുന്നു, പാട്ട് പാടുന്നു അല്ലേ? പാട്ട് പാടുന്നു, കണ്ണ് കെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. സോ ഈ കീബോർഡ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ എപ്പോഴാണ് ആ ഒരു മൊമെന്റ്, ആ ഒരു സ്പാർക്ക് എവിടെ നിന്നാണ് വന്നത്? കീബോർഡ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ എന്തായാലും പഠിക്കുന്നു, എന്നാ പിന്നെ അതിലൊരു വ്യത്യസ്തത കണ്ടെത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ്റെ ഐഡിയ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു അതെയോ? അതെ, ഒരുപാട് ട്രൈ ചെയ്തു. പഠിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആദ്യം കീബോർഡ് നേരെ വെച്ചിട്ടായിരുന്നു പഠിച്ചത്. അത് പഠിച്ചെടുക്കാൻ തന്നെ ഒരു 2-3 മാസം എടുത്തു. പിന്നെ കണ്ണ് കെട്ടി, അതും ഇതുപോലെ 2-3 മാസം എടുത്തു. അതിനുശേഷമായിരുന്നു കീബോർഡ് തിരിച്ചു വെച്ചത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ എല്ലാം കഷ്ടപ്പാടന്നെ. ഷാരി ചേച്ചിയോട് എന്തെങ്കിലും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടോ? ഷാരി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ അച്ഛനും അമ്മയും TV കാണുന്ന സമയത്ത് കൂടെ സിനിമകളൊക്കെ കാണുമ്പോൾ ഞാനും കൂടെ പോയി തിരിക്കും. അപ്പോൾ ഷാരി മാമിൻ്റെ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു പ്രോഗ്രാമും വെക്കില്ല. മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വന്നിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ. നമസ്കാരം. സോ ആ ഒരു ഐഡിയ നമ്മുടെ മോൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത് അല്ലേ? അതെ, മോള് കീബോർഡ് ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായ എന്തെങ്കിലും കൂടി ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടില്. അത് ശരി. അമ്മയുടെ പേര്? എന്റെ പേര് ഷീബ. ഷീബ. ഷാരി ചേച്ചി വന്നിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരുപാട് കണ്ടിട്ട് ഇങ്ങനെ ഒരു അത്ഭുതമാണോ അതോ സ്വപ്നലോകത്താണോ എന്ന് തോന്നിപ്പോന്ന അത്രയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മാമിന്റെ അഭിനയം. ആ ഒരു സോഫ്റ്റ് ഇല്ലേ, നമ്മളിങ്ങനെ പൂല് തൊടുമ്പോലുള്ള ഒരു അഭിനയം ഇല്ലേ, അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പൊ നമ്മൾ കാണുമ്പോ മോളും കൂടെ നമ്മുടെ കൂടെ വന്ന് ഇരിക്കുമായിരുന്നു മാമിന്റെ. അങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് മാമൻ. കണ്ടപ്പോ ഇത് അത്ഭുതമാണോ എന്ന് തോന്നിപ്പോന്ന. ഇതാണ് ഇനി വന്നിരിക്കുന്ന ആരാണ്? അങ്കിളാണ്, മോളുടെ അങ്കിളാണ്. അങ്കിളിന്റെ പേര്? എൻ്റെ പേര് സാബു മാളികൽ. സാബു പാടിയോട്ടിച്ചാലിലെ ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനാണ്. ഓ, അത് ശരി. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പാടിയോട്ടിച്ചാൽ എന്ന നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ഞങ്ങൾ അമലക്കുട്ടി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അമല. ഇതാരാ? വേറെ ആരാ വന്നിരിക്കുന്നത്? ഇതെന്റെ മോനാണ്. മോന്റെ നായക് എന്നാണ് പേര്. ഇത് അമലക്കുട്ടിയുടെ അച്ഛന്റെ അനുജനാണ്. ഓക്കെ. അപ്പോ നമ്മള് RJ VJ ഒക്കെ ആണ്. സോ ആ ഒരു ജോലി, ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ പോണു? ഈ ലോക്ക്ഡൌൺ സമയത്ത് ലൈവ് പ്രോഗ്രാമുകൾ ചെയ്തിട്ട് എൻ്റെ മുന്നിൽ വന്ന ഒരു അവസരമായിരുന്നു. അപ്പോൾ എനിക്കത് മോൾക്ക് RJ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. ഭയങ്കര എന്താ പറയുക, വലിയൊരു ഓഫർ എൻ്റെ മുന്നിൽ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അന്നേരം തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു, നമ്മൾ പിന്നെ അത് കണ്ണു അടച്ച് ഓക്കെ പറഞ്ഞു. ബാക്കിയൊക്കെ നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഒരുപാട് സന്തോഷം.